ഡോക്ടർ അസിസ്റ്റ് എ ഐയുടെ പ്രോഡക്റ്റ് അവിടെ വിശദീകരിക്കപ്പെട്ടിരുന്നു ഈ എ ഐ കോൺക്ലേവിൽ. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? കാരണം വെച്ചാൽ ഞാനിത് പറയുന്നത് ആളുകൾക്ക് കുറച്ചും കൂടെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ജനറേറ്റീവ് എ ഐ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാണ് ഡിഫറെൻറ്റ് ഏരിയാസിൽ, ഇപ്പോൾ പറഞ്ഞ നിയമമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഏരിയ ആണെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? അതൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ടോട്ടലി പറയുന്നത് ജനറേറ്റീവ് എ ഐ എന്നുള്ള കൺസെപ്റ്റ് ആദ്യം പറഞ്ഞാൽ മാത്രമേ നിന്നുള്ളൂ നമുക്ക് നമ്മുടെ ഒരു നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു ഇത് കിട്ടും, നോളജ് മനസ്സിലാവുകയുള്ളൂ. അതിലൊരു ഒരു സാധാരണ ഒരു മനുഷ്യന് നമ്മളൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ആൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 4-5 എക്സാമ്പിൾ പറഞ്ഞു. അതൊരു ഞാൻ പറയണമെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു പൂവ് ഇതെങ്ങനെയാണെന്നുള്ളത്, ഇത് പൂവാണെന്നതിൽ പൂച്ചയാണെന്ന് പറയണമെങ്കിൽ എന്തുണ്ട്, അതൊരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരു പൂച്ചനെ കാണിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതാണ് പൂച്ച എന്ന് പറയുമ്പോൾ ഒരു 3-4 പൂച്ചേനെ മാക്സിമം എന്നുണ്ടാവും ഒരു ചെറിയ കുട്ടിക്ക് അത് മനസ്സിലാവാനായിട്ട് ആവശ്യമുണ്ടാവുള്ളൂ. ഇവിടെ ടെക്നോളജിനെ നമ്മളിത് ഈ ഒരു കാര്യം പഠിപ്പിക്കുകയും 1000-1500 അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമേജസ് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതിന് ഡിഫറൻസ് എന്താ വെച്ചാൽ കുട്ടി അതിനെ അബ്സ്ട്രാക്ട് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയും. അത് പൂച്ച എങ്ങനെ ഇരിക്കുന്നു എന്ന ഒരു ഷേപ്പും കാര്യങ്ങളാണെന്നുണ്ടാവുക എന്താ പറയുക എക്സ്ട്രാക്ട് ചെയ്തെടുത്തുണ്ടാവുക. ഇതേപോലെയാണ് എന്നുള്ളത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത ബുക്സ് ആണെങ്കിലും കാര്യങ്ങളൊന്നും അബ്സ്ട്രാക്റ്റ് ആണെന്നുണ്ടാവുക എന്നുള്ള ടെക്നോളജിയിൽ എന്ത് ചെയ്യുന്ന മൊഡ്യൂൾസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. സോ നമ്മുടെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മോഡൽ, അതായത് മോഡൽ എന്നാണ് അതിന്റെ ടേം പറയുക. അതായത് ഇതെല്ലാം അപഗ്രഥിച്ച ഒരു മോഡലാണ് എന്തുണ്ടാവുക അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യാന്ന് പറയും. നമ്മൾ +2 പഠിച്ച കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിസിൻ പഠിപ്പിക്കുന്നു. അതേപോലെ ഇപ്പം +2 പഠിച്ച കുട്ടീനെ ലോ പഠിപ്പിക്കുന്നു, +2 പഠിച്ച കുട്ടീനെ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നു. അതേ സെനാരിയോ ആണ് ഇവിടെ വരുന്നത്. അത് ജനറലി അറിയാവുന്ന ഒരാളെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നോളജ് നമ്മൾ എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ടുള്ള നല്ല നോളജുകൾ എന്ത് ചെയ്യും ഇയാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലി ഒരു ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ചോദിക്കുകയാണ്, മെഡിക്കൽ ടേംസ് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നുണ്ടോ, പറയുന്നില്ലെങ്കിൽ വീണ്ടും ട്രെയിൻ ചെയ്യും. അങ്ങനെയാണ് ഒരു ജനറേറ്റീവ് എ ഐ എന്ന ടെക്നോളജി. അതായത് 100% 100% എന്ന് പറയാൻ പറ്റില്ല, 100% നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആവുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നല്ലൊരു മോഡൽ എന്ന് നമുക്ക് അത് എടുക്കുന്നുണ്ടാവുക. അങ്ങനെ കിട്ടുന്ന മോഡലിന് പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, പുതിയ അപ്ഡേറ്റ്സ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എന്തുണ്ടാവുക ഒരു ജനറേറ്റീവ് എ ഐന്റെ ഒരു മോഡലിന്റെ ബേസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡലാണ്. അപ്പോൾ അതിനോട് നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കലി എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ പറ്റുകയും അത് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഡോക്ടേഴ്സിനെ വെച്ച് വാലിഡേറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെവിടെയും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്തില്ല, ഈ തെറ്റ് വന്നത് മാത്രമല്ല പഠിപ്പിക്കുക, ഇത്രയും കാലമായി പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അവിടെ ട്രെയിൻ ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 30 years അല്ലെങ്കിൽ 40 years ആണ് മെഡിസിൻ പഠിച്ചിറങ്ങിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൽ കിട്ടുന്ന അതേ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ആൾക്ക് ഒരു ദിവസം തന്നെ മനസ്സിലായോ. മേ ബി എന്താ പറയുക, ലോകത്ത് ആകമാനമുള്ള എല്ലാ ഡോക്ടർമാരും ഇമ്പോർട്ടൻസ് തന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് ഈ ഒരു കക്ഷി എന്ത് ചെയ്യുന്നു, പഠിച്ചു എന്നതാണ് നമുക്ക് എന്നുള്ളത് ഇതിൽ കിട്ടുന്ന പറയുന്നത്. ഇതിപ്പോൾ ഒരു റേഡിയോളജിസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റ് ഒരു 30 എക്സ്റേസ് ആണ് ഒരു ദിവസം നോക്കാനുള്ള കപ്പാസിറ്റി എന്ന് വിചാരിക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടോ. ഇവിടെ നമ്മൾ എന്തുണ്ടാവും, ഈ കക്ഷി പഠിക്കുന്നത് ഒരു ദിവസം 3000 എക്സ്റേസ്. സോ അതിന്റെ ഫോൾട്ട്സും കറേസും അതപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ലേണിംഗ് അത് നടത്തുന്നുണ്ടെന്നാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഒരിക്കലും ഹ്യൂമൻ കപ്പാസിറ്റിയും ടെക്നോളജി കപ്പാസിറ്റിയിൽ ലേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പൊണൻഷ്യലി അത് ഓരോ സ്റ്റേജിലും ഇപ്പോഴത്തെ സ്റ്റേജിനായിട്ടും പോലെയല്ല അടുത്ത ആഴ്ച ഇതിന്റെ ഔട്ട്പുട്ട് അത് അത്രയും വോളിയം പഠിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ എയുടെ GPT പോലത്തെ സിസ്റ്റങ്ങൾ, GPT-O എന്നുള്ള സിസ്റ്റം ഇറങ്ങി, GPT-J ഇറങ്ങി, അതൊന്നും നാട്ടിൽ അറിഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിരുന്നു. GPT-3.5 അല്ലെങ്കിൽ 3 വന്നപ്പോഴാണ് ഉണ്ടായത്. നമ്മൾ നോക്കുമ്പോൾ കുറേയൊക്കെ ശരിയായിട്ട് ഉത്തരം വരുന്നു. പക്ഷെ അതിന്റെ ബാക്കിൽ അവർ അത്രയും കാലത്തോളം എന്തുണ്ട് പോയിട്ട് എടുത്തിട്ടാണ് GPT-3 എന്നുള്ള മോഡൽ ഉണ്ടാക്കി. കുറച്ചൊക്കെ ശരി ഉത്തരം വന്നു. 3.1 വന്നപ്പോൾ 3.5 വന്നപ്പോൾ എന്തുണ്ടായി, കുറേയും കൂടി നല്ല ഉത്തരങ്ങൾ വന്നു. ഇപ്പൊ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ചോദിച്ചോ, ഒരു ലെറ്ററിന്റെ കാര്യം ചോദിക്കുമോ, അങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്യാൻ പറ്റും. അത് കീപ് ഓൺ ട്രെയിനിങ് ആൻഡ് ഇവോൾവിംഗ് ആണ് അതിന്റെ ഒരു ടേം എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഡോക്ടർ അസിസ്റ്റന്റ് ടൂളിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനോട് നമുക്ക് ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടർക്ക് എങ്ങനെ അതിന്റെ ഗുണം കിട്ടാൻ ചോദിച്ചാൽ ഞാനൊരു സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡോക്ടർക്ക് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഡോക്ടർ കേട്ട് കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും, ആളുടെ നോളജ് പ്ലസ് ഒരു ഇൻഫറൻസ് അതിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും,
ഇതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് പേഷ്യന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ ഒരു ചിന്തയുണ്ടാവുന്നത്. ഇവിടെ നമ്മൾ പറയട്ടെ, നോളജ് പ്ലസ് ഇൻഫറൻസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ പറഞ്ഞ ഹ്യൂമൺ ആവുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പോൾ ചോദിക്കുക എന്നുള്ളത്, എനിക്കെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉത്തരം എന്താണ്? തൃശ്ശൂരിനെ കുറിച്ചും തിരുവനന്തപുരത്തെ കുറിച്ച് ഉത്തരം പറയുമ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്കറിയാം, അതാണ് ഗൂഗിൾ മുമ്പ് നമുക്ക് തന്നിരുന്നത്. തൃശ്ശൂരിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരും, തിരുവനന്തപുരത്ത് ഇൻഫോർമേഷൻ തരും. പക്ഷേ GPT എന്ന ടെക്നോളജി അത് യൂസ് ചെയ്യുമ്പോൾ, നാച്ചുറൽ ലാംഗ്വേജ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് പറയും. നാച്ചുറൽ ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ടേം പറയാമല്ലോ. ആ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വെച്ചാൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയുന്നുള്ളത്, നിങ്ങൾക്ക് 4 വഴിയുണ്ട്. അല്ലെങ്കിൽ മേ ബി എനിക്കറിയില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ 4 വഴിയുണ്ട്. ഈ 4 വഴിയിലൂടെ പോകുമ്പോൾ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. 1ാമത്തെ വഴിയുടെ അഡ്വാൻറ്റേജ്, 2nd വഴിയുടെ അഡ്വാൻറ്റേജ്, 3rd വഴിയുടെ അഡ്വാൻറ്റേജ്, 4th അങ്ങനെ കറക്റ്റ് പ്രിസൈസ് ഔട്ട്പുട്ട് തരും. അപ്പോഴാണ് നമുക്ക് ഹ്യൂമൺ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് യൂസ് ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത്. അതേപോലെയാണ് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ചോദ്യം ചോദിച്ചതിന് ഉത്തരം വരുമ്പോൾ നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയണത്, നിങ്ങൾ ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ നമ്മൾ അതേപോലെ അതിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ അവിടെ അപ്പുറത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്? ഡോക്ടർ മിസ്സായ പോയിന്റ്സ് ഉണ്ടാവും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററീസ്, ജെനറ്റിക് ഇൻഫോർമേഷൻസ്, ലാബ് ടെസ്റ്റ്, റേഡിയോളജി, ഈ ഇൻഫോർമേഷൻസിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മേ ബി ഹിസ്റ്ററി, അത് 3 കൊല്ലമായി 4 കൊല്ലമായി ഡോക്ടർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്ക ഹോസ്പിറ്റൽസിലും ഒരു ഹിസ്റ്ററി കീപ്പിംഗ് സിസ്റ്റം അവിടെയുണ്ട്. ഇതെല്ലാം ഡോക്ടർ പോയി നോക്കുക എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഇപ്പോൾ ഒരു പേഷ്യന്റിനെ മുമ്പ് എപ്പോഴും കിഡ്നി സ്റ്റോണിന്റെ ചെറിയൊരു ഡിസോർഡർ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടാണോ ഡോക്ടർ മരുന്ന് എഴുതുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ മിസ്സായെന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് വർക്ക് പറയാൻ പറ്റുന്നത്, അവിടെ എഴുതി കാണിക്കും. ഡോക്ടർ മരുന്ന് എഴുതുമ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് ആൾക്ക് കിഡ്നി ഡിസോർഡർ ഉള്ള കാരണം നമുക്കത് വേണ്ട, അതിനൊരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് നിങ്ങൾ എഴുതുന്നത്. അതായത് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരുടെ ഒരു ചെറിയൊരു വാല്യൂ മെഡിസിന് മെഡിക്കൽ ഹെൽത്ത് കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് എന്താ സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഞാൻ മറ്റ് ഇൻഡസ്ട്രീനോട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ അഡിഷൻ ആ ഡോക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ പേഷ്യന്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അത് സെർവ് ചെയ്യുന്നത് ആയിട്ടായിരിക്കും. 100% ഇരട്ടി ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റും. അതിലേക്കൊരു ശ്രമമാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് മിസ്സാവുന്ന ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ റേഡിയോളജി റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിലോ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ, ഒരു കോസേഷൻ ആവും. എല്ലാ അസുഖങ്ങളുടെയും ഒരു കോസേഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ ഒരു പനി, ജലദോഷം, അത് ഒരു ഡിസീസ് അല്ല, കോസ് ആണ്. അത് ഏതെങ്കിലും ഒരു വലിയൊരു ഡിസീസിന്റെ കോസേഷൻ ആണെങ്കിൽ ഡോക്ടർ മിസ്സാവുന്ന നിങ്ങളോട് നോട്ടിഫൈ ചെയ്യും. ഇതെല്ലാം ടെക്നോളജി കൊണ്ട് ഡോക്ടർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഡോക്ടർ സമൂഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വേണ്ടി എത്താണോ, റിസർച്ചിന്റെ ഡോക്ടേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അറിയാലോ എത്രത്തോളം പേഷ്യൻസിനെ ഒരു ഇതുണ്ട് സെർവ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനൊരു ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് താല്പര്യമില്ലാണ്ടല്ല. പക്ഷേ സമൂഹത്തിന് വേണ്ടത് എന്ത് ചെയ്യണം, ഒരു കുറച്ചും കൂടി റിസർച്ച് ചെയ്യാവുന്ന, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, ഇപ്പോൾ സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനെങ്ങനെ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ ഏത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക, അതെങ്ങനെ ഈ രോഗിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മളവിടെ നാവിഗേറ്റ് ചെയ്യും. അതായത് ഒരു മ്യൂട്ടേഷൻ ആയിക്കോട്ടെ, ജനറ്റിക് കണ്ടീഷൻ ആയിക്കോട്ടെ, അതെങ്ങനെയാണെന്നുണ്ടാവുക ഈ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്പാനിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അത് എവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇന്റർഫിയർ ചെയ്യാൻ, ഏത് ചെക്ക് പോയിന്റ്സിൽ ഇന്റർഫിയർ ചെയ്യാം. ഇതെങ്ങനെയാ വെച്ചാൽ പറയട്ടെ, ഇപ്പോൾ ടെക്നോളജി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഇവിടെ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് വരിക. അതല്ല നമുക്ക് ഇവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം എമുലേറ്റ് ചെയ്യാനും ഡോക്ടർക്ക് ഒരു ശരിയായിട്ടുള്ള പെർസ്പെക്റ്റീവ്, അതല്ലാണ്ട് ഒരു ഹ്യൂമൻ സാധിക്കാത്ത കാര്യങ്ങളാണ്, മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇവിടുന്ന് ട്രാവൽ, ഞാൻ വീണ്ടും അത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ട്രാവൽ ചെയ്യുന്ന അവിടെ തിരുവനന്തപുരം എത്തുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇത്ര ഡീവിയേഷൻസ് ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുന്നത്, ഗൂഗിൾ മാപ്പ് നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ബ്ലോക്ക് കൂടി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടും. ഇപ്പുറത്തോടെ പോകാന്നുണ്ടെങ്കിൽ എന്നിട്ട് കുറച്ചും കൂടി ടൈം കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് കെയറിലും അതേപോലെ നമ്മുടെ ഡെയിലി പ്രാക്ടീസും ആവശ്യമുള്ള കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഡോക്ടർക്ക് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആള് അതൊക്കെ നോക്കും, മനസ്സിലായോ? അതായത് ആ പേഷ്യന്റിന് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവണമെങ്കിൽ, റിസർച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി പോലെ ഉണ്ടാവണമെങ്കിൽ, ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ പറയുന്നത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം. ആ ടെസ്റ്റ് ചെയ്ത ആ റിസൾട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുക അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത്, ഈ ടെസ്റ്റിൽ ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്, സോ അതൊരു ഇൻഡിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്, സോ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും.
ഇനി ഡോക്ടർക്ക് വേറെ ട്രീറ്റ്മെന്റ് മെത്തേഡ് തോന്നുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തോളും. ടൈപ്പ് ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഞങ്ങൾ യൂസ് പ്രോഡക്റ്റ് കൊടുത്തൊരു ഡോക്ടറുടെ ഫീഡ്ബാക്കും കൂടി പറഞ്ഞു ഞാൻ നിർത്താട്ടോ. നമ്മുടെ ഓൾക്കോളജി സെഗ്മെന്റിൽ മിക്ക മെഡിസിൻസും നമ്മൾക്ക് പറയാം ഇൻഷുറൻസ് കവേർഡ് അല്ല. അതായത് വളരെ എക്സ്പെൻസീവ് ആണ്. ഒരു കീമോ കഴിഞ്ഞ് വളരെ എക്സ്പെൻസീവ് ആണ്. ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ നമ്മളോട് ചോദിച്ചു എന്നുള്ളത്, നമ്മളോടല്ല ടെക്നോളജിയോട് ചോദിച്ചു, നമ്മളൊന്നും ടൈം ഇല്ല കേട്ടോ, ടെക്നോളജിയോട് ചോദിച്ചു ഇതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടോ? ബിക്കോസ് എൻ്റെ മുമ്പിലിരിക്കുന്ന പേഷ്യൻ്റ് എന്നാണ് കുറച്ചൊരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. നമുക്ക് കറക്റ്റായിട്ട് ഒരു 4 മെഡിസിൻസൊക്കെ പേര് വന്നു. 50,000 ആണ് ആ മെഡിസിൻ്റെ എക്സ്പെൻസ് വന്നു. ഡോക്ടർ നോക്കിയപ്പോൾ നല്ല മെഡിസിൻസ്, കുഴപ്പമില്ലല്ലോ, ഇത് നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണല്ലോ. ഒപ്പം തന്നെ മുകളിൽ കൊടുത്ത ഡോക്ടറുടെ ആ മെഡിസിൻസ് എങ്ങനെ വർക്ക് ചെയ്യും, ഇപ്പോൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിന് എങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ മാത്രം ഡോക്ടർക്ക് ഒരു അത് മനസ്സിലായോ? അതായത് ആ പോലത്തെ മെഡിസിൻസ് എങ്ങനെയാണ് രോഗിയിൽ മാറ്റം വരുത്താൻ പോകുന്നത് കമ്പയർഡ് ടു ദിസ് മെഡിസിൻസ്. ഡോക്ടർക്ക് ഒരു അസംഷൻ എന്നുള്ള രീതിയിലല്ല അതെടുക്കുന്നത്, അവർക്ക് മനസ്സിലാക്കിയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ പേഷ്യൻറ്റോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെഡിസിൻസ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയുക, കുറച്ച് എക്കണോമിക്കൽ പ്രശ്നമുണ്ട്, പക്ഷേ നമുക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്ത് പോവുക. ഇതാണ് എന്തുള്ളത് അതിൽ. അപ്പോൾ ഈ രൂപങ്ങൾ ഡോക്ടർക്ക് അറിവ് കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ സമൂഹത്തിന് എന്താണ് വളരെ എന്താ പറയുക, വേദന അനുഭവിക്കുന്ന ക്യാൻസറിൻ്റെ പോലത്തെ രോഗങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് പ്ലാനും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു റിസർച്ച് കമ്മ്യൂണിറ്റി ഓഫ് ഡോക്ടേഴ്സും നമ്മുടെ ഒരു പ്ലാനിലുള്ള ഒരു കാര്യമാണ്. അതാണ് ഡോക്ടർ അസിസ്റ്റ് എന്ന ടോട്ടൽ പ്രോഡക്റ്റിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്.